ഇത് തന്നെയല്ലേ? അതെ. അപ്പൊ സാധനങ്ങൾ ഇറക്കട്ടെ സാർ? വരട്ടെ, ആളുണ്ടോ നോക്കട്ടെ. ഓ. ആരാ? ഓ, ഷോക്ക് അടിച്ചതായിരിക്കും. സ്വിച്ച് കേടാ. സ്വിച്ച് കേടാണെങ്കിൽ മാറ്റാത്തത്? മനഃപൂർവ്വം മാറ്റാത്തതാ. അതെന്ത്? അതങ്ങനെയാ. പിന്നെ തഹസിൽദാരെ കാണാനാണെങ്കിൽ ആഫീസ് ചെല്ലണം. ഞാൻ പുതിയ തഹസിൽദാരാ. പേര് രാമകൃഷ്ണൻ. പ്രിയദർശിനി അമ്മ തഹസിൽദാർ വീട് ഒഴിഞ്ഞില്ലേ? ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടികൾ ഇറക്കട്ടെ സാർ? ഞാൻ പറയാടോ. ഓ. വീട് ഒഴിപ്പിക്കാൻ വന്ന മഹാനാരാ? ഞാനാ ഇപ്പോഴും ഇവിടുത്തെ തഹസിൽദാർ. പ്രിയദർശിനി അമ്മ? അമ്മയും ചേച്ചിയൊന്നുമല്ല. യെസ്, പ്രിയദർശിനി. മേഡം ഇത്ര ചെറുപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിവിടെ പ്രസക്തമായ ഒരു കാര്യമില്ല. തൽക്കാലം ചാർജ് ഒഴിയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വീടും. എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മേഡം. ഒരു കസേരയിൽ 2 പേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മേഡത്തിന് ഇവിടുന്ന് ട്രാൻസ്ഫറും എനിക്കിവിടെ പോസ്റ്റിങ്ങും. എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. എന്റെ പോസ്റ്റിങ്ങിന്റെ കാര്യം എനിക്ക് തീരുമാനിക്കാമല്ലോ. ബോർഡിലുള്ള പ്രമാണിമാർക്ക് നിങ്ങളുടെ പോസ്റ്റിങ്ങിനേക്കാൾ പ്രധാനം എന്റെ ട്രാൻസ്ഫർ ആണെന്ന് എനിക്കറിയാം. അധികാരികളുടെ വിടുപണി ചെയ്യാൻ പ്രിയദർശിനി കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പെട്ടികൾ ഇറക്കാറായോ? ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണ് ഞാനെന്നുള്ള പരിഗണന വേണ്ട. ഞാനൊരു മനുഷ്യജീവിയല്ലേ? എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരും മുമ്പ് മുഖത്തടിച്ചതുപോലെ വാതിൽ കൊട്ടിയടച്ചത് ധിക്കാരമാണ്. ഇവിടെ റവന്യൂ ബോർഡുണ്ട്, ഈ ഡിസ്ട്രിക്റ്റിൽ ഒരു കലക്ടറുണ്ട്, സംസ്ഥാനത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, ഭരണകൂടമുണ്ട്. കേവലം ഒരു തഹസിൽദാരായ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ ടാക്സി പിടിച്ച് പെട്ടി സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1/2 മണിക്കൂർ സമയം തരുന്നു. അതിനു മുമ്പ് വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ജനലടക്കം ഞാൻ സമ്മതിക്കില്ല. മര്യാദക്ക് വീട് ഒഴിയുന്നത് നല്ലത്. പെണ്ണുമ്പിള്ളേ, എന്റെ ദേഷ്യം കൂടും തോറും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി. ആ തങ്കപ്പമ്പിള്ള വന്നോ? അപ്പൊ വന്നില്ല? വന്ന ഉടനെ എന്നെ കാണാൻ പറയൂ. പെട്ടിയും സാധനങ്ങൾ ഇറക്കട്ടെ സാർ? തഹസിൽദാർ അകത്തുണ്ടോ? എന്താ കാര്യം? കാര്യം, ഞാൻ കണ്ണപുരത്ത് ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി തഹസിൽദാരായിട്ട്. ആ സാർ ഇരിക്കൂ. ഇരിക്കണമെന്നില്ല, ഞാൻ മേഡത്തിനെ ഒന്ന് കാണട്ടെ. ആളെത്തിയല്ലോ അല്ലേ? സർ, അതാണ് മുറി. ഞാൻ മാപ്പ് പറയാൻ വന്നതാണ്. ഞാനങ്ങനെ ക്ഷോഭിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട്. ഞാൻ കാരണം ഒരു ഗ്ലാസും പൊട്ടി. ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം. എവിടാ നാട്? നാട് ഇന്ത്യ. അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പുറത്തു പോണം, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഇന്ററപ്റ്റ് ചെയ്യാൻ ഒരാളെ ഞാൻ സമ്മതിക്കാറില്ല. മേഡം എന്നോട് ഇത്തിരി ദയവ് കാട്ടണം. എന്റെ 2 പെങ്ങന്മാർക്ക് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ പറഞ്ഞു വെച്ചിരിക്കുക. വീട്ടു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അമ്മ നാട്ടിൽ കാത്തിരിക്കുക. തഹസിൽദാരായി പ്രൊമോഷനായിട്ട് എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണിത്. മേഡം നല്ല മനസ്സ് വിചാരിച്ച് എനിക്ക് ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ എന്റെ കാര്യം. ഇയാൾക്ക് കോമൺ സെൻസ് ഇല്ലേ?
കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? പുറത്തു പോവാൻ. മേഡം ഞാൻ കുറുപ്പേ, നാരായണ, ഇയാൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മേഡം ഞാൻ ഗെറ്റ് ലോസ്റ്റ് ഐ സേ. പെട്ടിയും സാധനങ്ങളൊക്കെ ഇറക്കട്ടെ സാർ. ഇയാൾ പെട്ടിയ സാധനങ്ങളൊക്കെ തീയിലിട്ട് ചുടറോ? സാർ ഇവിടെ പോസ്റ്റിംഗ് കിട്ടി വന്നതല്ലേ, ചുമ്മാ ആ സ്ത്രീയുടെ മുമ്പിൽ താണു കൊടുക്കേണ്ട കാര്യം എന്താ? സാറ് ചെന്ന് കളക്ടറെ കണ്ട് വിവരം പറ. അത് ഞാൻ ആലോചിക്കുകയല്ല. പക്ഷെ ഒരു തർക്കം വരുമ്പോൾ ഒരു കോംപ്രമൈസും വേണ്ടി വരും. അങ്ങനെ എന്നെ വല്ലയിടത്തേക്കും തൽക്കാലത്തേക്ക് മാറ്റിയാൽ എന്റെ പരിപാടി മൊത്തം പൊളിയും. എങ്കിൽ കോടതി പോണം. അത് കൂടുതൽ പ്രശ്നമാണ്. ഒരു വിധി കിട്ടാൻ കാലതാമസം വന്നാൽ എന്റെ സിസ്റ്റേഴ്സിന് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷന് പറഞ്ഞിരിക്കുക. ഈ വന്യജീവിയെ ആക്രമിക്കാതെ കീഴടക്കാൻ പാടാ സാറേ. കീഴ്ജീവനക്കാരൊക്കെ അവരുടെ വീട്ടുജോലിക്കാരാന്നാ വിചാരം. കീഴ് ജീവനക്കാരുടെ കാര്യം പോട്ടെ, കളക്ടർ പറഞ്ഞാലും മന്ത്രിമാരിടപെട്ടാലും ഇവർക്ക് തോന്നുന്ന മട്ടിലെ കാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ ആഴ്ച ഒരു റവന്യൂ റിക്കവറി കേസ് ഉണ്ടായിരുന്നു. തിരി സാവകാശം കൊടുക്കണമെന്നും പറഞ്ഞ് പല ഭാഗത്തുനിന്നും വിളി വന്നതാ. അനുസരിച്ചില്ല. ഫൈറ്റ് ചെയ്യാൻ സാറ് റെഡിയാണെങ്കിൽ ഞങ്ങളൊക്കെ സാറിന്റെ പുറകിലുണ്ട്. ഈ സത്വം ഏത് നാട്ടുകാരിയാ? ഒരു സൗഹൃദ സംഭാഷണത്തിന് സൗകര്യം കിട്ടിയാലല്ലേ അതൊക്കെ അറിയാൻ നോക്കൂ. എന്തായാലും എനിക്ക് ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടിയേ പറ്റൂ. കാര്യങ്ങൾ ശരിയാവുന്നത് വരെ ഒന്ന് കയറി താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ നന്നായിരുന്നു. സ്ഥലമൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ ആ സ്ത്രീയെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യത്തിൽ സാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. എന്റെ കർത്താവ് ഈശോമിശിഹായേ. ഒരു കാര്യം തന്നെ പലതവണ പറയണോ? എങ്കിൽ പറയാം. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ സാധനങ്ങൾ വാങ്ങിച്ച് ഗേറ്റിൽ കാത്തു നിൽക്കണം. മനസ്സിലായോ? ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ സാറേ. പലചരക്ക് കടയിൽ നല്ല തിരക്ക്. കാലത്ത് 8:30. പെട്ടികൾ ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. ഇറക്കണോ പെട്ടികള്? അപ്പൊ ഇറങ്ങുന്നില്ലേ? അത് വേണ്ട സാർ. ഈ വീട് സംഘടിപ്പിച്ചതിന് പുറകിൽ ഞങ്ങളാണെന്നുള്ളത് അടുത്ത വീട്ടിലെ വന്യജീവി അറിയണ്ട. എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ. കാണാം. പറ്റുമെങ്കിൽ രാത്രിയിൽ വരാം. ഓ കാണാം. ഞാൻ ഈ കാറിൽ വീട്ടിലിറങ്ങാം. ഫോൺ നമ്പർ തന്നല്ലോ. ആ. എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എനിക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ചാർജ് എടുക്കുക. എന്റെ ഭാഗ്യത്തിന് ഇങ്ങനൊരു വീട് ഒത്തു കിട്ടി. മാഡത്തിന് എപ്പോഴെങ്കിലും ആ വീട് ഒഴിയാൻ തോന്നിയാൽ ഇവിടെ ആവുമ്പോ എനിക്ക് എന്റെ പെട്ടി സാധനങ്ങളും എടുത്ത് എളുപ്പത്തിൽ അങ്ങോട്ട് കയറാമല്ലോ. ആ, അത് നേരാ. പക്ഷെ ഞാൻ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ഇയാൾ ഇയാളുടെ പെട്ടി സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് കയറുന്നത്. ഇപ്പൊ ഇവിടെ ഒരാൾ അറസ്റ്റ് ചെയ്തോണ്ടോ? അയ്യോ, മോഷ്ടിക്കാനൊന്നും അല്ല മാഡം, ഒരബദ്ധം പറ്റിപ്പോയതാ. അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ? യെസ് യെസ്, അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ ശരി ശരി, ഞാൻ ഏറ്റു. സാഗർ, താനേതിപ്പം പാതാളത്തിൽ പോയി കിടക്കായിരുന്നോ? താനല്ലേ ഇവിടുത്തെ തഹസിൽദാർ? എന്തുണ്ടാവാൻ? പോലീസുകാരെടുത്ത് നന്നായി പെരുമാറി. ഭാഗ്യത്തിന് ഇവിടുത്തെ SI ഒരു ബോർണ, എന്റെ നോവലുകളുടെ ആരാധകൻ. താനിതുവരെയും തഹസിൽദാരായില്ലേ? അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ആ വീട്ടിൽ എന്താ സംഭവിച്ചത്? ഒരു കിഴങ്ങെ തന്റെ വീടാണെന്ന് കരുതി പുറവേശിച്ച വാതിലിന്റെ ഓടാമ്പൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഒടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തുണ്ട് അവളുടെ കട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. സോറി. അയ്യോ, പറ്റിപ്പോയി. സാഗർ സാറേ, അപ്പോഴേ സാഗർ സാറേ, താൽഷീദാർ വിടുന്ന ലക്ഷണമില്ല. കേസാക്കണമെന്നാ പറയുന്നത്. ഞാൻ പുതിയ തഹസിൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ? അതാ കൂടുതൽ കുഴപ്പമായത്. ആ റാസ്കളുടെ ഫ്രണ്ട് ആണെങ്കിൽ മനഃപൂർവ്വം വീട്ടിൽ അതിക്രമിച്ച് കിടന്നായിരിക്കും അത്രേ. റാസ്കൽ എന്ന് പറഞ്ഞോ? പറയും. ഒരു തഹസിൽദാര് വേറൊരു തഹസിൽദാര് റാസ്കൽ എന്ന് വിളിക്കുക? എന്റെ സാഗറെ, ആ പെണ്ണുമ്പിള്ള എനിക്ക് ചാർജ് തരാതെ ഉടക്കി നിൽക്കുക. അപ്പോ സാറാണോ ഈ പറഞ്ഞ? അതെ, ആ റാസ്കൽ ഞാൻ തന്നെയാ. സോറി സർ, ഇരിക്കണം. ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാരല്ലേ, ഇരിക്കുന്നില്ല. അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ? അതാ ഞാനും ആലോചിക്കുന്നത്. സാഗർ സാറിന്റെ മിക്ക നോവലുകളും
ആർത്തിയോടെ വായിച്ചിട്ടുള്ളവനാ ഞാൻ. അകലും തോറും അടുക്കുന്നവൾ എന്ന നോവലുണ്ടല്ലോ, അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുക. സാറിന്റെ പുതിയ നോവലുകൾ ഏതൊക്കെയാ? പുതിയത് കുറെ അല്ല അത് കേസിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ ബെല്ലടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീ അവർ. എന്തായാലും എഫ്ഐആർ ഞാൻ എഴുതുന്നില്ല. ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി സംസാരിച്ചോട്ടെ. എടോ ഫ്രാൻസിസേ, സാർ, എങ്ങോട്ടാ പോകുന്നത്? ഈ വാടക വീടുണ്ട്. വാടക വീടുണ്ട് ഇവരെ ജീപ്പിൽ വീട്ടിൽ കൊണ്ടാക്കുക. സാർ. നന്ദി ഇൻസ്പെക്ടർ, 1000 നന്ദി. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, 1000 നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. വീണ്ടും കാണാം, വീണ്ടും വീണ്ടും. ഈ നൈറ്റി പറിച്ച് കളഞ്ഞില്ലേ? എടോ വേറെ ഉടുക്കാനൊന്നുമില്ലടോ, മാത്രമല്ല അടിയിൽ ഞാനൊന്നും ഇട്ടിട്ടില്ല. ഛേ, ഈ മുണ്ടെടുത്തോ. ഈ ജുബ്ബ ഇച്ചിരി വലുതാണോ എന്ന് സംശയമുണ്ട്. വലിയ ജുബ എനിക്കിഷ്ടം. ഇതാണോ തന്റെ വലിയ ജുബ? എന്ത് പറ്റി? ഞാനിട്ടപ്പോ നല്ല വലിപ്പമുണ്ടായിരുന്നു. താൻ വെറും ആചാന ബാഹുവല്ലേ, അതുപോലാണോ ഞാൻ? பெரியோர்களே, என் அன்பு தாய் குலமே, என் ரத்தத்தின் ரத்தமே, இந்த அண்ணன் சொல்வது என்னன்னு വെച്ചാ ഞാൻ ഇപ്പോ വരാം. സാഗർ എവിടെ പോവാ? അവളെ കാണാൻ. എവളെ? അവളെ തന്നെടോ. സാഗറെ, അത് വേണ്ട. എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഇൻസ്പെക്ടറോട് കേസാക്കാൻ അവൾ എന്തിനാണ് പറഞ്ഞതെന്നൊന്ന് അറിയണമല്ലോ. അത് ആപത്താണ് സാഗർ. തന്റെ ഈ പോക്ക് എന്റെ ജോലി എന്നേക്കുമായി വെള്ളത്തിലാക്കാനുള്ള പോക്ക. അല്ലെങ്കിലും തന്റെ ജോലി പോക്ക. പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ലടോ. എങ്കിൽ താൻ പോയിട്ട് വാ. തന്റെ ഓരോ തെറിയും എന്റെ ശവപ്പെട്ടി മേലുള്ള ഓരോ ആണിയായിരിക്കും. രാമകൃഷ്ണ, താനൊക്കെ ഇത്ര ഉള്ളടോ. എടോ, ഞാൻ പോകുന്ന ഈ മാസ്ക് അവർക്ക് കൊടുക്കാനാ. പിന്നെ എന്റെ സഞ്ചി അതിനകത്തിരിപ്പുണ്ട്. എന്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവനാ സഞ്ചിക്കാത്ത. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ കരുണാകരൻ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തില്ല? ഇന്ന് 11 മണിക്ക് പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറി ആണെന്നുള്ളത് മറന്നോ? ഇയാളുടെ വായിക്കാത്ത നാക്കില്ലേ? ഞാൻ മേഡത്തിന്റെ വീട്ടുവേലക്കാരനല്ല. സബോർഡിനേറ്റ്സിനോട് പെരുമാറാൻ പഠിപ്പിക്കുന്ന സ്ഥാപനവും ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ മേഡം അങ്ങോട്ട് ചെല്ലൂ. I'll show what I can do. When the present Tahsildar is reluctant to hand over the charge to the newly promoted and transferred Tahsildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to Board Secretary, District Collector, Accounts General, and the Treasury. Anything else, madam? Hello, Tahsildar Ramakrishnan here. സാഗറോ? എല്ലാം വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ. സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായതുകൊണ്ട് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു. ഞാൻ തന്റെ അഭിനന്ദനം കേൾക്കാൻ വിളിച്ചല്ലോ. അവൾ എത്തിയോ? ആ പൂതന ഓ എത്തിയോ? എന്താണ് അവളുടെ റിയാക്ഷൻ? മോന്തയിലുള്ള ഭാവം? ഭാവം അതെ, മാഡം ഇപ്പോൾ വടി വിഴുങ്ങിയ മാതിരി നിൽക്കുകയാണ്. ഫോൺ വേണമെങ്കിൽ കൊടുക്കാം. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? മിസ്റ്റർ നാരായണൻ, മിസ്റ്റർ കുറുപ്പ്, ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സാറിനെ സമ്മതിച്ചിരിക്കുന്നു. ഇതിന്റെ പത്തി താഴ്ന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. കോളേജ് NCC ഉണ്ടായിരുന്നപ്പോ ബെസ്റ്റ് കറേജിയസ് കേഡറ്റ് അവാർഡ് വാങ്ങിച്ചവനാ ഞാൻ. ഹലോ ഹലോ, താൻ എന്ത് മാങ്ങാ തുലിയാണ് അവിടെ കാണിക്കുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ചില പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഫോൺ തട്ടിത്തെറിപ്പിച്ചോ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അവളിപ്പോ എവിടെ? അവളെ ഞാൻ തകർത്തു സാഗറെ. ഇനി അവൾ ഈ ഏരിയയിൽ വരില്ല. അയ്യോ, വാതിലടച്ചു. വാതിലടക്കി? പൂട്ടിട്ട് പൂട്ടിന്നാ തോന്നുന്നേ. അതെ, പൂട്ടി പൂട്ടി.
എങ്കിൽ രക്ഷപ്പെട്ടു. അകത്തായവൻ രക്ഷപ്പെട്ടെന്നു. മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. താൻ വാതിലൊന്നും ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, മാതൃഭൂമി ഓഫീസല്ലേ? ഹോട്ട് ന്യൂസ്. ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാരെ അയക്കുക. നിരപരാധിയായ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അയക്കുക. ഹലോ, മനോരമല്ലേ? ഹോട്ട് ന്യൂസ്. നിരപരാധിയായ ഒരു തഹസിൽദാരെ വേറൊരു തഹസിൽദാരെ മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എളുപ്പമായിരിക്കും. ഞാൻ സാഗറാണ്. ഒന്നുകൊണ്ട് ഭയപ്പെട്ട. സാധിച്ചാൽ ഒന്ന് ബോധം കെട്ട വില കിടന്നോ. ഞാൻ ഉടനെ എത്താം. ഓക്കെ. തഹസിൽദാർ അകത്തിട്ട് പൂട്ടിയോ? നിങ്ങളാരാ? മാഡം, ഞങ്ങൾ പത്രത്തിൽ നിന്നാ. തഹസിൽദാർ ഇവിടെ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കാന്ന് അറിഞ്ഞു. നോൺസെൻസ്. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഒരു പാവം തഹസിൽദാരെ കൊല്ലരുതേ. തഹസിൽദാരെ കൊല്ലരുത്. ഇവിടെ തഹസിൽദാരെ പൂട്ടിയിട്ടിരിക്കുന്നത്. അവിടെ രക്ഷിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. തഹസിൽദാരെ, തഹസിൽദാരെ കാറ്റ് പോയെന്നാ തോന്നുന്നു. തഹസിൽദാരെ കാറ്റ് പോയി. ഫോട്ടോ എടുക്ക്. തഹസിൽദാരെ കാറ്റ് പോയി. ഫോട്ടോ എടുക്ക്. കളർ ഫോട്ടോ എടുക്ക്. കളക്ടർ വന്നു. കളക്ടർ. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഞാൻ ചാർജ് ഒഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫറായി വന്ന തഹസിൽദാർ എന്റെ കസേരയിൽ കയറിയിരുന്നു. എന്നിട്ട് He could have asked me, sir. ആ പാവം തഹസിൽദാർ ഇപ്പം മരിക്കും സാർ. അദ്ദേഹത്തെ തുറന്ന് എങ്ങനെയും ആശുപത്രിയിൽ എത്തിക്കും സാർ. ഞാൻ പ്രശസ്ത നോവൽ സാഗർ കോട്ടപ്പുറം. ഡോർ തുറക്കൂ. ഐ സേ ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ. തഹസിൽദാർ. അയ്യോ, ഉത്തരവാദിത്തമുള്ള ജോലിയിലിരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. You could have informed me. Who do you think you are? Who are you to lock this door? No. You are suspended with immediate effect. Make a detailed report and send it to the board for ratification immediately. yes sir. രാമകൃഷ്ണ ഇപ്പൊ തന്നെ കൂടുതലായി. കൂടുതൽ കുറവ് എന്നൊക്കെ പറയുന്നത് തികച്ചും ആപേക്ഷികമായ ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ പൊരുൾ എന്താണെന്ന് താൻ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുടിച്ച് ഫിറ്റായിട്ട് ജീവിതത്തിന്റെ പൊരുൾ അന്വേഷിക്കലല്ല എന്റെ ജോലി. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അതാണ് എന്റെ ചോദ്യം. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം ആഘോഷിക്കുക. അപ്പൊ പിന്നെ ഇന്നത്തെ ഈ വിജയം ആഘോഷിക്കണ്ടേ? അടുത്ത വീട്ടിലെ ശൂർഭണഖ ഇന്ന് ഉറങ്ങില്ല. ഈ രാമലക്ഷ്മണന്മാർ ഇന്ന് ഉറങ്ങുകയില്ല. അവിടെ പരാജയത്തിന്റെ ആഘോഷം, ഇവിടെ വിജയത്തിന്റെ ആഘോഷം. ഇവിടെ വിജയത്തിന്റെ ആഘോഷം, അവിടെ പരാജയത്തിന്റെ ആഘോഷം. ഇവിടെ വിജയത്തിന്റെ ആഘോഷം, അവിടെ പരാജയത്തിന്റെ ആഘോഷം. ഇവിടെ വിജയത്തിന്റെ ഞാൻ ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ എന്നെ ഹരാസ് ചെയ്യാൻ. ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് മറ്റെവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണേണ്ടി വരും. അപ്പോ അവിടെ ഈ പക കാണിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും. ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാ ദേഷ്യം തീർത്തോളൂ. പുലികൾക്കിഷ്ടം ഇരയെ ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിച്ച് തിന്നുന്നതാണ്. ഓ, ഇതാര് ഉണ്ണിയാർച്ചയോ? ആർച്ചയുടെ നാവിന്നാണോ കീഴടങ്ങലിന്റെ ആ സ്വരം ഞാൻ കേട്ടത്? എന്തു പറ്റി ആർച്ചയെ ഊരിവാൾ ഇത്ര വട്ടം നുറയിലോട്ടിടാൻ? പിന്നെ എന്തുണ്ട് വിശേഷം? നേരാങ്ങള ആരോമൽ ചേകവർക്ക് സുഖമാണോ? ഭർത്താവ് കുഞ്ഞിരാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓ, ഞാൻ ഓർത്തില്ല. ആണിന്റെ തണൽ ഒതുങ്ങാത്ത ഉണ്ണിയാർച്ചയാണല്ലോ ഇത്. ഏതെങ്കിലും ഒരു ആണിനെ അനുസരിക്കാത്താണല്ലോ ഈ ആർച്ചയ്ക്ക് പറ്റിയ കുഴപ്പം. കൊച്ചേ,
പാർലമെന്റിൽ സ്ത്രീകൾക്ക് 33 അല്ല 99% സംവരണം ഏർപ്പെടുത്തിയാലും ആണെപ്പോഴും ആണ് തന്നെ. അതോർത്തോളൂ. ഞങ്ങളോട് സാഗറെ മതി. എന്ത് മതിയെന്ന്? വീട് തേടി വന്ന ഒരു സ്ത്രീയോട് ഇനിയും ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ എന്നെ പോലീസിൽ പിടിപ്പിക്കുകയും നിന്നെ ആഫീസിലിട്ട് പൂട്ടുകയും ചെയ്ത് ഇവളോട്. അതൊക്കെ കഴിഞ്ഞില്ലേ സാഗറെ? ഓ കഴിഞ്ഞോ? ഞാനതറിഞ്ഞില്ല. രാമകൃഷ്ണ, നിന്റെ ഉള്ളിൽ ഒരു പെൺകോന്തൻ ഒളിഞ്ഞിരിപ്പുണ്ട്. എനിക്കത് മനസ്സിലാവും. പക്ഷെ സ്ത്രീ എന്റെ ആ ജന്മശത്രുവാണ്. ആ ശത്രുവിന്റെ മേൽ നിങ്ങൾ വിജയം നേടി കഴിഞ്ഞില്ലേ? എനിക്ക് വിജയിച്ച മാത്രം പോരാ, ശത്രുവിനെ കട്ടിച്ച് കീറി താണ്ടവ നൃത്തം ചെയ്യണം. എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീടൊഴിഞ്ഞു പോകും. എല്ലാം അതിനു മുമ്പായാ നന്ന്. ഇല്ല മാഡം, ഈ സാഗർ ഒരു പച്ച നിർത്തടാ. നീ എനിക്ക് സർട്ടിഫിക്കറ്റ് ആയിരുന്നോ? ഞാൻ പാവമല്ല, ഞാൻ ഭയങ്കര വൃത്തിയായിട്ടവനാണ്. എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അയ്യോ, അതൊന്നും സാരമില്ലെന്നേ. കാപ്പി കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാം. നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം. വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. പിന്നീട് അവരൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്താറുമുണ്ട്. മിസ്റ്റർ സാഗറിനെയും ഞാൻ കാപ്പി കുടിക്കാൻ ക്ഷണിക്കുന്നു. സാറേ, ദേ ആ സാറന്മാര്. വരൂ വരൂ. താങ്ക് യു സോ മച്ച്. വരുമെന്ന് വിചാരിച്ചതല്ല. സമാധാനമായി. അകത്തോട്ടിരിക്കാം. ത്രേസ്യമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയല്ലേ? വരൂ, കഴിക്കൂ. പെട്ടെന്നുള്ളൊരു വട്ടമേശ സമ്മേളനം ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ആളൊരു ഭക്ഷണപ്രിയനാണെന്ന് ശരീരം കണ്ടാൽ അറിയാം. മാഡം, ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യത്തിൽ ഞങ്ങളാണ് ക്ഷമയോദിക്കുന്നത്. ഞങ്ങളല്ല, താൻ. ഞങ്ങൾ നോവലിസ്റ്റുകൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ പ്രവൃത്തിയിലൂടെ, കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെ ഒരു സ്വഭാവം വരച്ചു കാട്ടും. കഥ ഏതൊക്കെ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയാലും കഥാപാത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആദ്യാവസാനം ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ ഒരു ലോജിക് മാഡത്തിന്റെ സ്വഭാവത്തിൽ കാണാനില്ല. ഈറ്റപ്പിലെ പോലെ ചാടിക്കടിക്കും, അടുത്ത നിമിഷം മാൻപേടയാകും. വാട്ട് ഈസ് ദിസ്? ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളുടെയും മനസ്സ് പഠിച്ച ആളാണോ ഒരു നോവലിസ്റ്റ്? എന്നല്ല, പിന്നെ എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ. തന്റെ അമ്മ തന്റെ ശത്രുവാണോ? പെങ്ങള് ശത്രുവാണോ? അതോ അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലാത്തവനാണോ താൻ? തന്റെ പൈങ്കിളി നോവലിലെ ഏതു നേരവും ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന വിഡ്ഢിക്കോതയല്ല യഥാർത്ഥ സ്ത്രീ. ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീ അറിയില്ല, അവളുടെ മനസ്സറിയില്ല. IAS-കാരനായ കളക്ടർ മുൻപിൻ നോക്കാതെ എന്നെ സസ്പെൻഡ് ചെയ്തു. കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം ആ ഇഡിയറ്റിനുമില്ല. എന്തുകൊണ്ട് ഞാൻ ഇയാളെ പൂട്ടിയിട്ടു? പൂട്ടിയിടുമ്പോ എന്റെ മനോവികാരം എന്തായിരുന്നു? അത് ചോദിക്കാനുള്ള ബുദ്ധി പോലും അയാൾക്കില്ല. കഥാപാത്രത്തെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പഠിപ്പിക്കാടോ, പഠിപ്പിക്കാം എല്ലാരെയും. ഐ എം എ സെൽഫ് മെയ്ഡ് വുമൺ. ഒരുത്തന്റെ ഔദാര്യം ഇല്ലാതെയാണ് സ്വയം ഈ നിലയിലെത്തിയത്. ആരും എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ തോൽവി ആഘോഷിക്കാൻ ഞാൻ അതിലും ഭേദം മരണമാണ്. എന്റെ മരണമാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത്. മരിക്കാം, മരിക്കാൻ ഞാൻ. Yes, I'll kill myself. മരിക്കാൻ ഞാൻ, മരിക്കാം. രാമകൃഷ്ണ, എന്നെ കാശത്തുമ്പോ എന്ന നോവലിലെ നായിക രാഗിനെ പോലെ വെയിൻ കട്ട് ചെയ്ത് മരിക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. നീ കത്തി പിടിച്ചു വാങ്ങ. എന്റെ കർത്താവേ, തഹസിൽദാരെ ബലാത്സംഗം ചെയ്യുന്നേ.